ഈ ധോണിന്റെ ഫാൻസ് ചിലവര് എല്ലാവരും ഞാൻ പറയുന്ന ചില ആളുകള് വെറും ടോക്സിക് വെറുതെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. നമ്മുടെ സന്ദീപ് ശർമ്മയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ധോണിന്റെ വിക്കറ്റ് എടുത്തത് സന്ദീപ് ശർമ്മയാണ്. എന്നാൽ അതിനുശേഷം സന്ദീപ് ശർമ്മയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയി, അതുപോലെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോയിട്ട് പൂരത്തെറി അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ തെറി വിളിച്ച് വളരെ മോശമായിട്ടുള്ള പ്രവർത്തികളാണ് ഈ ധോണി ഫാൻസ്, ഈ CSK ഫാൻസ് ചെയ്യുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ധോണിയുടെ വിക്കറ്റ് എടുത്തതും ധോണിക്കെതിരെ വളരെ മികച്ച രീതിയിലാണ് സന്ദീപ് ശർമ്മ. കഴിഞ്ഞ വർഷവും ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. അന്നും ധോണിയുടെ വിക്കറ്റ് എടുത്തത് ധോണിക്കെതിരെ അവസാന ഓവർ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീമിനെ രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് എത്തി സന്ദീപ് ശർമ്മയുടെ ആ ഒരു ഓവർ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പം ധോണിന്റെ വിക്കറ്റ് എടുത്തു എന്ന് പേരും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയിട്ട് പച്ച തെറി വിളിക്കുന്ന ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ളത്? ഇവന്മാർക്കൊന്നും എന്താ പറയാ? ഒരു പ്ലെയറെ വിക്കറ്റ് എടുക്കാൻ പാടില്ലേ? ധോണിന്റെ വിക്കറ്റ് എടുത്താൽ എന്താ ആകാശം ഇടിഞ്ഞാടൂ? വിക്കറ്റ് എടുക്കാൻ പാടില്ലേ? ധോണി അദ്ദേഹം വിക്കറ്റ് എടുത്തതിന് ശേഷം അദ്ദേഹം എന്തെങ്കിലും മറ്റേ വിരാട് കോഹ്ലി കാണിക്കുന്ന പട്ടിഷോ കാണിച്ചു, അദ്ദേഹം മുകളിൽ പോയി കൈ കൂപ്പുന്നൊരു റെസ്പെക്റ്റ്. ഇതിന് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അദ്ദേഹത്തിനൊക്കെ എതിരെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലത്തെ പ്രവൃത്തി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ധോണി ഫാൻസ് ആയാലും CSK ഫാൻസ് ആയാലും ചെയ്തതാണെങ്കിൽ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം.